ഓക്കെ. സോ ഇവിടെ പറയുന്ന ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ജി എസ് ടി എത്രയാണ്, അല്ലെ? കമ്പ്യൂട്ട് നെറ്റ് ജി എസ് ടി പേയബിൾ. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന ഔട്ട്വേർഡ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, അതുപോലെ ഇൻവേർഡ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സെയിൽസ് ആണ്. ക്ലിയർ അല്ലേ? ജി എസ് ടിയിൽ ആ ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്. ഔട്ട്വേർഡ് ഡീറ്റെയിൽസ്, സെയിൽസ് ഡീറ്റെയിൽസ്. ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ആണ്. ക്ലിയർ? സോ പർച്ചേസ് നടത്തിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ക്ലിയർ? ഓക്കെ. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഔട്ട്വേർഡ് ഡീറ്റെയിൽസിൽ, അതായത് സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും, ഔട്ട്പുട്ട് ജി എസ് ടി. ദെൻ ഇൻവേർഡ് സപ്ലൈയില് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സപ്ലർക്ക് ജി എസ് ടി കൊടുക്കും, ഇൻപുട്ട് ജി എസ് ടി. ഓക്കെ. ദെൻ നമ്മൾ ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത് ഈ ഔട്ട്പുട്ട് ജി എസ് ടി നിന്നും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഏത്? ഇൻപുട്ട് ജി എസ് ടി മൈനസ് ചെയ്യുക. ബാലൻസ് വരുന്ന ഔട്ട്പുട്ട് ജി എസ് ടി ആണ് നമ്മൾക്ക് എന്ത് വിളിക്കുന്നേ? നെറ്റ് പേയബിൾ എന്ന് വിളിക്കുന്നേ. അപ്പോ നെറ്റ് പേയബിൾ ഇവിടെ എത്രയാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നെറ്റ് പേയബിൾ ജി എസ് ടി എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ നോർമലി ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ജി എസ് ടി പേയ്മെന്റ് ചെയ്യുക ഓൺ മന്ത്ലി ബേസ് ആണ്. മന്ത്ലി ബേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൽ ആ ഒരു മാസം നടന്ന ഔട്ട്വേർഡ് ഡീറ്റെയിൽസും ഇൻവേർഡ് ഡീറ്റെയിൽസുമാണ് സങ്കല്പിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. എങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് കണ്ടുപിടിക്കാം എത്ര ടാക്സ് ലൈബിലിറ്റി വന്നു, ഔട്ട്പുട്ട് ടാക്സ് എത്രയുണ്ട്, ഇൻപുട്ട് ടാക്സ് എത്രയുണ്ട്, ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് എന്ത് ചെയ്യുക? ഇൻപുട്ട് ടാക്സ് മൈനസ് ആക്കി ബാലൻസ് നെറ്റ് ജി എസ് ടി പേയബിൾ എത്രയുണ്ടെന്ന് എന്ത് ചെയ്യുക? കാണുക. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്ലിയർ? നമുക്ക് നോക്കാം. ഇവിടെ അജ്മൽ എന്ന് പറയുന്ന രജിസ്റ്റേർഡ് സപ്ലയർ ആണ്. അജ്മലാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണർ. അദ്ദേഹം രജിസ്റ്റേർഡ് ആണ് ജി എസ് ടിയിൽ. ജി എസ് ടിക്ക് അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? കേരളത്തിലാണ് അദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് വരുന്നത്. ഓക്കെ. അദ്ദേഹം റെഗുലർ എന്ന സ്കീം പ്രകാരമാണ് ജി എസ് ടി എടുത്തേക്കുന്നത്. റെഗുലർ എന്ന എന്താ ഉദ്ദേശിക്കുന്നത്? സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന സ്കീം റെഗുലർ, നോർമൽ സ്കീമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡ്, ആ ഒരു മന്തിൽ നടന്ന ട്രാൻസാക്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. ഇവിടെ പറയുന്നു അദ്ദേഹത്തിന്റെ പ്ലേസ് എവിടെയാ? കേരളത്തിൽ അല്ലേ? അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നും പർച്ചേസ് നടത്തി 2 ലക്ഷം രൂപയ്ക്ക്. ആന്ധ്രാപ്രദേശിലേക്ക് സെയിൽ നടത്തി 6 ലക്ഷം രൂപയ്ക്ക്. ക്ലിയർ അല്ലേ? അദ്ദേഹം എവിടെയാ? കേരളത്തിലാണ്. കേരളത്തിലുള്ള അജ്മൽ ആന്ധ്രാപ്രദേശിലുള്ള സപ്ലയറിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ദെൻ ആന്ധ്രാപ്രദേശിലുള്ള കസ്റ്റമർക്ക് 6 ലക്ഷം രൂപയുടെ ഗുഡ്സ് സെയിൽ നടത്തി. ഓക്കെ അല്ലേ? ദെൻ കേരളത്തിലുള്ള അദ്ദേഹം എന്ത് ചെയ്തു? കേരളം അല്ലെ, എറണാകുളം കേരളത്തിലാണല്ലോ. സോ കേരളത്തിൽ തന്നെയുള്ള ഒരു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് 12 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് നടത്തി. അതുപോലെ കേരളത്തിൽ തന്നെയുള്ള കസ്റ്റമർക്ക് 14 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്തു? സെയിൽ നടത്തി. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? യെസ്. ഓക്കെ. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻട്രാ സ്റ്റേറ്റ്, ദെൻ ഇന്റർ സ്റ്റേറ്റ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താ? വിതിൻ ദ സ്റ്റേറ്റ് ആണ്. അതായത് സപ്ലയറിന്റെ സ്റ്റേറ്റും സപ്ലൈ നടന്ന സ്റ്റേറ്റും. എങ്ങനെയാണ്? സപ്ലയറിന്റെ സ്റ്റേറ്റും ആ സപ്ലൈ നടന്ന സ്റ്റേറ്റും രണ്ടും ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അതാണ് ഇൻട്രാ സ്റ്റേറ്റ്. ഇനി ഇന്റർ എന്താ? സപ്ലയറിന്റെ സ്റ്റേറ്റും സപ്ലൈ നടന്ന സ്റ്റേറ്റും 2 സ്റ്റേറ്റുകളാണെങ്കിൽ അതാണ് ഇന്റർ സ്റ്റേറ്റ്. ക്ലിയർ? ഓക്കെ. ശരി.
ഇവിടെ മനസ്സിലാക്കണം, സപ്ലയറിന്റെ സ്റ്റേറ്റും റിസീപ്പിന്റിന്റെ കസ്റ്റമറിന്റെ സ്റ്റേറ്റ് അല്ല, സപ്ലൈ നടന്ന സ്റ്റേറ്റ് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. കസ്റ്റമറിന്റെ സ്റ്റേറ്റ് അല്ല, നോർമലി കസ്റ്റമറിന്റെ സ്റ്റേറ്റ് ആയിരിക്കും, പക്ഷേ സപ്ലൈ നടന്ന സ്റ്റേറ്റ്, ആ ലോജിക്ക് എടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതാണ് ഇൻട്രാ ഇന്റർ. അപ്പൊ നമുക്കിവിടെ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ഉണ്ടല്ലോ അല്ലെ? ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ഉണ്ടല്ലോ. യെസ്. എവിടെയാ? ഈ പറയുന്ന 14 lakhs അല്ലേ വരുന്നേ? 14 lakhs. ക്ലിയർ? ഓക്കെ. ദെൻ നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ഉണ്ടോ? ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് നമുക്കുണ്ട് അല്ലേ? എത്രയാ? 12 ലക്ഷം. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ നമുക്ക് ഇന്റർ സ്റ്റേറ്റ് സെയിൽ നമുക്കുണ്ടോ? ഉണ്ട്. കണ്ട് എത്രയാ? 6 ലക്ഷം. ഓക്കെ അല്ലേ? യെസ്. ദെൻ നമുക്ക് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ഉണ്ടോ? ഉണ്ട്. എത്രയാ? 2 ലക്ഷം. ക്ലിയർ അല്ലേ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ തുടങ്ങി വെക്കുക ഇങ്ങനെ. ഓക്കെ. സോ സെയിൽസിന്റെ സമ്മറി നമുക്ക് കിട്ടി അല്ലേ? ഇനി ഇവിടെ പറയുന്നുണ്ട് ടാക്സ് റേറ്റ് പറയുന്നില്ല. ഇവിടെ ടാക്സ് റേറ്റ് പറയുന്നുണ്ട്, 18% പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. സോ ടാക്സ്, ഈ ടാക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല. ഇവിടെ നമുക്കറിയാം സെയിൽസിൽ ഏത് ടാക്സാ വരുന്നേ? ഔട്ട്പുട്ട് അല്ലേ? ഔട്ട്പുട്ടാണ് നമുക്ക് സെയിൽസിൽ വരുന്നത് അല്ലേ? പർച്ചേസിലോ? ഇൻപുട്ട്. ഇവിടെ അതുപോലെ അല്ലേ? സെയിൽസിൽ ഔട്ട്പുട്ട്, പർച്ചേസിൽ ഇൻപുട്ട്. ഓക്കെ. ഇവിടെ ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോൾ എത്രയാണോ GST എമൗണ്ട് വരുന്നത് അതിനെന്ത് ചെയ്യുക? നമ്മൾ CGST SGST അങ്ങനെ ആക്കി മാറ്റണം. ക്ലിയർ? ഓക്കെ. അതിൽ CGST മൊത്തം 18 അല്ലേ വരുന്നത്? അപ്പൊ CGST 9, SGST 9 അങ്ങനെ ആക്കി മാറ്റുക. ക്ലിയർ? ഓക്കെ. ഇവിടെ നമുക്ക് ഈ പറയുന്ന CGST SGST ഔട്ട്പുട്ടാണ്. ക്ലിയർ? ഓക്കെ. ഇതുപോലെ നമുക്ക് ഇൻപുട്ട് വരില്ലേ? ഇൻപുട്ട് നമുക്ക് വരും. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. ഔട്ട്പുട്ട് വരും, നമുക്ക് ഇൻപുട്ടും വരും. നമുക്ക് ആ എമൗണ്ട് നോക്കാലോ അല്ലേ? കാരണം നമുക്കിവിടെ ഇൻട്രാ സ്റ്റേറ്റ് സെയില് ഉണ്ട്. സോ 14 ലക്ഷത്തിന്റെ 9% CGST, 14 ലക്ഷത്തിന്റെ 9% SGST. സോ നമുക്ക് നോക്കാം. സിക്കൽ ടു 14 lakhs into 9%. എത്ര വരും? ഇതാണ് എമൗണ്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സെയിം എമൗണ്ട് അല്ലേ SGST വരുന്നേ? 1,26,000 അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇൻപുട്ട് അല്ലേ? അതായത് പർച്ചേസ് നടത്തുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന ടാക്സ് അല്ലേ ഇൻപുട്ട് ടാക്സ്? ഓക്കെ. അപ്പൊ 12 ലക്ഷം, 12 ലക്ഷത്തിന്റെ 9 എത്രയാ നോക്കാം. ഇസിക്കൽ ടു 12 ലക്ഷം ഇൻറ്റു 9%. എത്ര വന്നു? ഈ എമൗണ്ട് അല്ലേ? 1,08,000. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും CGST SGST കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഇന്റർ സ്റ്റേറ്റ് അല്ലേ വന്നിരിക്കുന്നത്? അപ്പൊ ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ വരുന്ന GST IGST ആണ്. ഓക്കെ. IGST വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. വോയിസ് പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടോ? എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? മറ്റുള്ളവർക്കും പ്രോബ്ലം ഉണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്യാമോ? ഓക്കെ ആണോ? എല്ലാവർക്കും ബുദ്ധിമുട്ടാണോ? ഓക്കെ. സോ IGST ആണ്. ഓക്കെ. സോ IGST എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. IGST എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട്, അതായത് 18% IGST കാണിക്കുക. അപ്പോ ഇവിടെ നമുക്ക് ഇന്റർ വരുമ്പോൾ വരുന്ന ഔട്ട്പുട്ട് IGST ആണെന്ന് ഓർക്കുക. ഔട്ട്പുട്ട്. ക്ലിയർ? IGST. ഇപ്പൊ ഔട്ട്പുട്ട് IGST എത്ര എമൗണ്ടാ? എത്ര റേറ്റ് ഓഫ് ടാക്സ് ആ കൊടുക്കേണ്ടത്? 18. സോ എത്ര എമൗണ്ടാ വരുന്നേ? ഇസിക്കൽ ടു സെയിൽസ് ഇന്റർ 6 ലക്ഷം അല്ലേ?
6 ലക്ഷം ഇൻറ്റു എത്രയാ 18% അല്ലേ, 18%. ഓക്കെ, ഈ എമൗണ്ട് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തെന്താ? ഔട്ട്പുട്ട് സോറി, പർച്ചേസ് അല്ലേ. ഇൻപുട്ട് എന്താ? IGST. ക്ലിയർ അല്ലേ? ഓക്കെ. എത്ര എമൗണ്ടാണ് വരുന്നത്? റേറ്റ് ഓഫ് ടാക്സ് 18 അല്ലേ. അപ്പൊ എത്ര എമൗണ്ടാണ് വരുന്നത്? ഫിസിക്കൽ ടു പർച്ചേസ് അല്ലേ. സോ 2 ലാക്ക് അല്ലേ വരുന്നത്, ഇൻറ്റു 18%. ഇതല്ലേ എമൗണ്ട് വരുന്നത്. ഓക്കെ. സോ നമുക്കിപ്പോ എന്ത് കിട്ടി ഇവിടെ? നമുക്കിപ്പോ ഔട്ട്പുട്ട് കിട്ടി, ഇൻപുട്ടും കിട്ടി. ഔട്ട്പുട്ടും കിട്ടി, ഇൻപുട്ടും കിട്ടി. ക്ലിയർ? ഔട്ട്പുട്ടും കിട്ടി, ഇൻപുട്ടും കിട്ടി. യെസ്. സോ ഇതൊരു ഓക്കെ അല്ലേ? ഔട്ട്പുട്ടും കിട്ടി, ഇൻപുട്ടും കിട്ടി. ഇതിപ്പോ ഏത് മന്തിന്റെ പറയുന്നേ? ഇപ്പൊ ഇവിടെ ഏത് മന്താ പറയുന്നേ? ഏപ്രിൽ മാസം അല്ലേ. ഉണ്ടോ? ഏപ്രിൽ മന്തിന്റെ കേസാ പറയുന്നത് ഇവിടെ. ഏപ്രിൽ മന്ത്. സോ ഏപ്രിൽ മന്ത് നടന്ന ഇൻട്രാസ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റും ഔട്ട്വേർഡും ഇൻവേർഡ് ഡീറ്റെയിൽസിലൂടെ നമുക്ക് എന്ത് കിട്ടി? അവരുടെ ടോട്ടൽ ഔട്ട്പുട്ടും ഇൻപുട്ടും CGST, SGST, IGST കിട്ടിയല്ലോ. യെസ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറയുന്ന എമൗണ്ട് നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാം. അതായത് നോട്ട് ചെയ്യാം. ഔട്ട്പുട്ട് then ഇൻപുട്ട്. ഇൻപുട്ട്. ഓക്കെ, ക്ലിയർ. IGST, then CGST, then SGST. ക്ലിയർ? ഓക്കെ. നമുക്ക് ഈ സമ്മർ ഇവിടെ എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം അല്ലേ. അപ്പോ IGST ഔട്ട്പുട്ട് എത്രയാ? IGST ഔട്ട്പുട്ട് ഇവിടെ ഔട്ട്പുട്ട് IGST എത്രയാ? ഇതല്ലേ വരുന്നേ? 10 അല്ലേ. 1,08,000 അല്ലേ. ഓക്കെ. ഓക്കെ, ശരി. ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും എമൗണ്ട് മാറിപ്പോവാണെങ്കിൽ പറയണേ. ഇത് റെഡി അല്ലേ? ദെൻ CGST, SGST ഔട്ട്പുട്ട് എത്രയാ? ഈ എമൗണ്ടിൽ വരുന്നത് 126,000 അല്ലേ. 126,000 സെയിം അല്ലേ. ഓക്കെ, ശരി. സോ ഇനി ഇൻപുട്ടോ? ഇൻപുട്ട് IGST എത്രയാ? 36 അല്ലേ. 36,000. CGST, SGST ഇൻപുട്ടോ? ഈ എമൗണ്ട് അല്ലേ, 1,08,000. ഓക്കെ. ഓക്കെ. ഇതാണ് നമ്മുടെ ഏപ്രിൽ മന്തിൽ നടന്ന ഡീറ്റെയിൽസ്. എന്നാൽ പക്ഷേ നമുക്ക് ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ 1-ാം തീയതി നമുക്ക് കുറച്ച് ഇൻപുട്ട് കിടപ്പുണ്ട്. അതായത് പ്രീവിയസ് പീരീഡിൽ ബാക്കി വന്ന ഇൻപുട്ടാണ്. അതായത് പ്രീവിയസ് മന്ത്, അതായത് മാർച്ച് മാസം നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ട് ഇൻപുട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് ചെയ്ത് ഇൻപുട്ട് മൈനസ് ആക്കിയപ്പോൾ ഔട്ട്പുട്ട് ഒക്കെ 0 ആയി പോയി. ബാലൻസ് വീണ്ടും എന്തുണ്ടായിരുന്നു? ഇൻപുട്ട് ഉണ്ടായിരുന്നു. ആ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏപ്രിൽ മന്തിന്റെ ഓപ്പണിംഗ് ഇൻപുട്ട് ആണ്. അപ്പൊ ഈ കാണുന്ന ഓപ്പണിംഗ് ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മന്തിന്റെ ഇൻപുട്ടിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ നമുക്ക് ഈ മന്ത് ഓപ്പണിംഗ് ഉള്ള ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ കറണ്ട് മന്തിന്റെ ഇൻപുട്ടിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ടാണ് വരുന്നത്? അങ്ങനെ ആഡ് ഇപ്പൊ അതായത് ഇപ്പോ IGST എത്ര ഇൻപുട്ടാ? 1 ലാക്ക് അല്ലേ വരുന്നത്. അപ്പോ നമുക്ക് ഇവിടെ 1 ലാക്ക് ആഡ് ചെയ്യണ്ടേ? യെസ്. നമുക്ക് നോക്കാം. യെസ്. അപ്പോ നമുക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് അപ്ഡേറ്റ് ഒക്കെ എമൗണ്ട് ഇവിടെ കാണിക്കാം അല്ലേ. അപ്ഡേറ്റ് ഒക്കെ എമൗണ്ട് ഇവിടെ കാണിക്കാം. അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാം. ഇസിക്കൽ ടു കറണ്ട് മന്ത് ഇൻപുട്ട് എത്രയാ? 1,08,000 അല്ലേ. പ്ലസ് ഓപ്പണിംഗ് ഇൻപുട്ട് IGST എത്രയാ? 1 ലാക്ക് അല്ലേ. 1 ലാക്ക് അല്ലേ. ക്ലിയർ? ഓക്കെ. ഇതാണ് IGSTന്റെ അപ്ഡേറ്റ് ആയ ഇൻപുട്ട്. ഓക്കെ അല്ലേ. IGST. ഇനി CGSTന്റെ ഓപ്പണിംഗ് കൂടെ ആഡ് ചെയ്ത ഇൻപുട്ട് എത്രയാ വരുന്നത്? ഇസിക്കൽ ടു 126 പ്ലസ് എത്രയാ? 30,000 അല്ലേ. 30,000. ഓക്കെ.
1,56,000. ആ എമൗണ്ട് അല്ലേ SGST വരുന്നേ, കാരണം 30 ഓപ്പണിംഗ് ഇൻപുട്ട് വരുന്നേ. സോ SGST 1,56 അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഓപ്പണിംഗ് കൂടെ ആഡ് ആക്കിയ ഇൻപുട്ട് കിട്ടിയല്ലോ. നമുക്ക് ഇതും കൂടെ ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാം അല്ലെ? ഇൻപുട്ട് ടാക്സ്, സോറി മാറിപ്പോയല്ലേ, ഔട്ട്പുട്ടിലും കൂടെ ആഡ് ചെയ്ത് വെച്ച്. ഓക്കെ, നിങ്ങൾ എന്താ പറയാത്തേ? നിങ്ങളും ശ്രദ്ധിച്ചില്ല അല്ലേ? ഓക്കെ, സോ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? ഓക്കെ, ഇത് ഇൻപുട്ടിനൊപ്പം ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇസിക്കൽ ടു IGST 36,000 പ്ലസ് 1 lakh അല്ലേ വരുന്നേ? ഓക്കെ, 1,36 അല്ലേ? ഇസിക്കൽ ടു CGST ഇൻപുട്ട് പ്ലസ് 30,000 അല്ലേ? 30,000. ഓക്കെ, ദെൻ ഇത് 1,38 അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഔട്ട്പുട്ട് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം അല്ലേ? ഓക്കെ, ശരി. ഇതാണ് നമുക്ക് ഓപ്പണിംഗ് ഇൻപുട്ട് ആഡ് ആക്കിയ ശേഷമുള്ള നമ്മുടെ സമ്മറി. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് ഈ പറയുന്ന ഇൻപുട്ട് GST ഉപയോഗിച്ച് ഈ പറയുന്ന ഔട്ട്പുട്ട് GST എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. ഇത് നമ്മളുടെ ചെയ്യേണ്ടത്, സെറ്റ് ഓഫ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഔട്ട്പുട്ടിൽ ഇൻപുട്ട് കുറച്ച ശേഷം ബാക്കി വരുന്ന ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. നമുക്കൊന്ന് സെറ്റ് ഓഫ് ചെയ്യാലോ? ഓക്കെ, ഇവിടെ സെറ്റ് ഓഫ് ഉണ്ട് എങ്ങനെയാന്ന് വെച്ചാല്, ഇവിടെ 3 ഔട്ട്പുട്ട് ഇല്ലേ? ഈ 3 ഔട്ട്പുട്ടിൽ ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ഔട്ട്പുട്ട് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ IGST നമുക്ക് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാം അല്ലേ വേണമെങ്കിൽ. ഓക്കെ, IGST നമുക്ക് എത്രയുണ്ട് ഔട്ട്പുട്ട് ടാക്സ്? 1,08,000 അല്ലേ വരുന്നേ? എന്നാൽ അതിനേക്കാൾ കൂടുതൽ എന്തുണ്ട് ഇവിടെ? IGST ഇൻപുട്ടില്ലേ? അതിനേക്കാൾ കൂടുതൽ നമുക്ക് IGST ഇൻപുട്ട് ഉണ്ട് അല്ലേ? സോ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IGST നിന്നും ഈ ഒരു എമൗണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോൾ IGST ഔട്ട്പുട്ട് എന്തായി പോകും? 0 ആയി പോകും. ശരിയല്ലേ? യെസ്, 0 ആയി പോകും. ഇനി അങ്ങനെയാകുമ്പോൾ IGSTയിലെ ബാലൻസ് എത്ര ഇൻപുട്ട് ഉണ്ടാവും? ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവാം അല്ലെ? പ്രോബ്ലം ഇല്ല. ഇവിടെ എന്തായി? 0 ആയി പോകത്തില്ലേ? 0 ആയി പോകും. ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 1,36 അല്ലേ? നമുക്ക് മൈനസ് ചെയ്യാം. ഇസിക്കൽ ടു 1,36,000 മൈനസ് 1,08,000 അല്ലേ? ഇതാണ് ബാക്കി ഉണ്ടാവുക. ഇവിടെ എന്തായി പോകും? 0 ആയി പോകും. ശരിയല്ലേ? സോറി, അത് ഇക്വേഷൻ മാറി. ഒരു കാര്യം ചെയ്യും, ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. 0. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി IGST ഔട്ട്പുട്ട് ഇല്ല, 0 ആണ്. IGST ഇൻപുട്ടോ 28,000 ബാക്കിയുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അടുത്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് CGST ഔട്ട്പുട്ട് ആണ്. CGST ഔട്ട്പുട്ട് എത്രയുണ്ട്? 1,26 ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോ CGST ഇൻപുട്ട് 1,38 ഉണ്ട്. എന്നാൽ പക്ഷെ IGST ഇൻപുട്ട് ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ള ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം? CGSTക്ക് മൈനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇസിക്കൽ ടു 1,26,000 മൈനസ് 28,000. ഇപ്പൊ എത്രയാ? ഇപ്പൊ 98,000 ആണ് ഇനി CGSTയിൽ എന്തുള്ളത്? ലയബിലിറ്റി ഉള്ളത്. ഓക്കെ, അത് നമുക്ക് ഇനി എന്ത് ചെയ്യാം? CGST ഇൻപുട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയുണ്ട്, ഇസിക്കൽ ടു CGST ഇൻപുട്ട് മൈനസ് ഇതല്ലേ? ക്ലിയർ അല്ലേ? എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഈ പറയുന്ന ഒരു മിനിറ്റ്, ഈ പറയുന്ന CGST ഔട്ട്പുട്ടിന് ഇല്ല, 0. ഓക്കെ, CGST ഇൻപുട്ട് എത്രയുണ്ട്? 40,000 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എത്രയുണ്ട്? 1,26 അല്ലേ? നമുക്കത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. IGST ഇൻപുട്ടിന് ഉണ്ടോ? ഇല്ല, 0. മൊത്തം എന്ത് ചെയ്തു? ഇവിടേക്ക് എടുത്തു അല്ലേ? 0 ആണ്. അപ്പൊ ഇനി SGSTക്ക് ഒരിക്കലും CGSTന്റെ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം എടുക്കാൻ പറ്റില്ല. ഓക്കെ, CGSTന്റെ ഇൻപുട്ട് ഈ IGSTക്കോ CGSTക്കോ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. SGST ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? യെസ്. അനുപമ 28,000 ഈക്വലായി കൊടുക്കാം, അങ്ങനെ കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം. കാരണം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാല് നമുക്കിപ്പോ 28,000 രൂപ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 28,000 രൂപ ഇൻപുട്ട് സിക്കും എസിനും ഒരുപോലെ എടുക്കാം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം സിക്കും എസിനും ആവശ്യം പോലെ ഇൻപുട്ട് അവരിൽ ഉണ്ട്. ഇവിടെ എമൗണ്ട് കുറയുന്ന അവസ്ഥയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാക്ടിക്കലി ഇത് ഹാഫ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ എങ്ങനെ എടുത്താലും പ്രോബ്ലം ഇല്ല. ഓക്കെ, ക്ലിയർ. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? SGSTയുടെ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ക്ലെയിം എടുക്കാം. അപ്പൊ എത്രയുണ്ട്? 1.38 അല്ലേ? അപ്പൊ ഇവിടെ എന്തായി പോകും? ഉറപ്പായിട്ടും 0 ആയി പോകും അല്ലെ? 0 ആയി പോകും. ഇസിക്കൽ ടു മൈനസ്, സോറി ഇവിടെ അല്ലല്ലോ, ഓക്കെ, ഇസിക്കൽ ടു മൈനസ് ഔട്ട്പുട്ട് അല്ലെ? ബാക്കി ഇവിടെ 12,000 ഉണ്ട്, ഇവിടെ 0 ആയി പോകും. ക്ലിയർ? അപ്പൊ ഇതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സിറ്റുവേഷൻ വരുന്നത്? ഇവിടെ ഇപ്പൊ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ CGST, ഈ 3 ടാക്സ് അല്ലെ, 3 ഔട്ട്പുട്ട് ടാക്സ് എന്തായി പോയി? 0 ആയി പോയി. 0, ഇതും 0 ആയി പോയി, ഇതും 0 ആയി പോയി. ക്ലിയർ അല്ലേ? ഓക്കെ, 3 ഔട്ട്പുട്ട് എന്തായി പോയി? 0 ആയി പോയി. ഇനി ഇവിടെ ആണെങ്കിലോ? ഇവിടെ ആണെങ്കിൽ IGST ഇൻപുട്ട് 0 ആയി പോയി. ക്ലിയർ അല്ലേ? എന്നാൽ പക്ഷേ CGST ഇൻപുട്ട് 40 ബാക്കിയുണ്ട്, SGST ഇൻപുട്ട് 12,000 ബാക്കിയുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലേ, ബാലൻസ് ഇൻപുട്ട് GST ഉള്ളത് ആർക്കൊക്കെയാ? CGST അതുപോലെ SGST. CGST എത്രയുണ്ട്? 40,000 ഉണ്ട്. ഓക്കെ, SGSTയോ 12,000 ഉണ്ട്. ഓക്കെ, ഇതാണ് ബാലൻസ് വരുന്നത്. ഈ എമൗണ്ട് എന്തായി മാറും? ഇത് ഓപ്പണിംഗ് ഇൻപുട്ട് GST ഓഫ് ഏത് മന്തിന്റെ? മെയ്, ഏപ്രിൽ മെയ് അല്ലേ? മെയ് മന്തിന്റെ ഓപ്പണിംഗ് ഇൻപുട്ടായി മാറും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതുപോലെ ബാക്കി വന്ന ഇൻപുട്ട് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തേ? ഈ മന്തിന്റെ ഇൻപുട്ടിൽ കൂടെ ആഡ് ചെയ്തേ. ഓക്കെ, യെസ്. ഇനി ഈ ക്വസ്റ്റ്യനകത്ത് വേറെ കേസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇനി ക്യാഷ് ആയിട്ട് അടയ്ക്കാൻ ഔട്ട്പുട്ട് ടാക്സ് എന്തെങ്കിലും ഉണ്ടോ? ഔട്ട്പുട്ട് ടാക്സ് കംപ്ലീറ്റ് ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ആയി പോയി. ഇനി ഔട്ട്പുട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യനകത്ത് ഇൻട്രസ്റ്റ് പെനാൽറ്റി ഉണ്ടോ? ഇൻട്രസ്റ്റും പെനാൽറ്റിയും കണ്ടോ? നമുക്ക് ടാക്സ് അടയ്ക്കാൻ ലേറ്റ് ആയതിന് ഇൻട്രസ്റ്റ് വന്നു, പലിശ വന്നു. അതാണ് ഈ കാണുന്ന എമൗണ്ട്. CGST ടാക്സ് അടയ്ക്കാൻ ലേറ്റ് ആയി, സോ ഇൻട്രസ്റ്റ് വന്നു, പലിശ വന്നു. ഓക്കെ, ഇനി നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ലേറ്റ് ആയത് കൊണ്ട് നമുക്ക് എന്ത് വന്നു? ഈ 3 ഹെഡിലും പെനാൽറ്റി വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പെനാൽറ്റി ടാക്സ് അടയ്ക്കാൻ ഡിലേ ആയതിനാണ്. അപ്പൊ ഈ ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഈ കാര്യങ്ങൾ ഒരിക്കലും ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ഇൻപുട്ട് ബാക്കിയുണ്ട് അല്ലേ? വേണമെങ്കിൽ നമുക്ക് ആ ബാക്കി വന്ന ഇൻപുട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് അടയ്ക്കേണ്ട എമൗണ്ട് അല്ലേ, നമ്മൾ ലയബിലിറ്റി അല്ലേ, സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഇൻട്രസ്റ്റ്, പെനാൽറ്റി കാര്യങ്ങളൊക്കെ, ഇത് മാത്രമല്ല ഔട്ട്പുട്ട് ടാക്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ബാക്കി വേറെ എന്ത് ലയബിലിറ്റി വന്നാലും ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. അത് ഇൻട്രസ്റ്റ് ആയാലും പെനാൽറ്റി ആയാലും ലേറ്റ് ഫീ ആയാലും എന്തായാലും ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്പ്യൂട്ട് നെറ്റ് GST പേയബിൾ. കമ്പ്യൂട്ട് നെറ്റ് GST പേയബിൾ ആണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ നെറ്റ് GST പേയബിൾ അങ്ങോട്ട് എത്രയാ? ഉണ്ടോ എന്തെങ്കിലും? ഔട്ട്പുട്ട് ടാക്സ് ഒന്നുമില്ല, ഈ പറയുന്ന ഇൻട്രസ്റ്റ് പെനാൽറ്റി മാത്രം അടച്ചാൽ മതി. ക്ലിയർ അല്ലേ? അതാണ് എന്റെ ഉത്തരം വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സെൽഫായിട്ട് ട്രൈ ചെയ്യുക ഇപ്പോൾ തന്നെ. ദെൻ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എന്തെങ്കിലും ചോദിക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? നാളെ 9 മണിക്ക് ട്രൈ ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമുക്ക് നാളെ കാണാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഫോർമാറ്റ് ഒന്നും നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ എന്ത് ചെയ്യാം? ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. ക്ലിയർ? ഓക്കെ.